അനുവിന് പുറത്ത് ഭയങ്കര ഹേറ്റേഴ്സാണെന്നാണ് ബിഗ് ബോസ് ഹൗസിലെ ഭൂരിഭാഗം പേരും ഇപ്പം തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാലേട്ടൻ അനുവും ശൈത്യയും കൂടി സംസാരിക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പ് ഉണ്ടല്ലോ, അതായത് ഇവിടുത്തെ ആണുങ്ങളൊക്കെ മൊണ്ണകളാണ് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സംസാരം. ആ ഒരു വീഡിയോ ഈ എപ്പിസോഡിൽ പ്ലേ ചെയ്തതിന് ശേഷം എല്ലാവരും വിചാരിച്ചിരിക്കുന്നു അനുവിന് എന്തായാലും പുറത്ത് നെഗറ്റീവായിരിക്കുമെന്ന്. അതുകൊണ്ട് തന്നെ ഇനി അവിടെയുള്ള എല്ലാവരുടെയും ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് അനുമോളായിരിക്കും. കാരണം അനുമോൾക്ക് പുറത്ത് നെഗറ്റീവാണെങ്കിൽ സ്വാഭാവികമായും ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനൊക്കെ ഭയങ്കര ജനങ്ങളുടെ ആ ഒരു ഇഷ്ടം കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് എന്ന് വിചാരിച്ച് ഫുൾ ടൈം ഇനി അനുവിനെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഫൈറ്റുകളായിരിക്കും ഈ ഒരു വീക്ക് പോവുക. ഇത്രയും കാലം അത് അനീഷിനെതിരെ ആയിരുന്നു. അനീഷിനെയാണ് അവിടെ എല്ലാവരും ടാർഗറ്റ് ചെയ്ത് നിന്നിരുന്നത്. ഇനി അത് നൈസായിട്ട് അത് അനുവിൻ്റെ തലയിലായിരിക്കും മിക്കവാറും ഉണ്ടാവുക. ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ സരിക ശൈത്യനെ ഒന്നും ബ്രെയിൻ വാഷ് ചെയ്യുന്നുണ്ട്. അതായത് നീ ഫുൾ ടൈം അനുവിൻ്റെ കൂടെയാണെങ്കിൽ അക്ബറും ശരത് അപ്പാനിയൊക്കെ നിന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു, നീ ഫുൾ ടൈം അവളുടെ കൂടെ ആവരുത്, നീ എല്ലാവരോടും ഒന്ന് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞ് നൈസായിട്ട് ഇവരുടെ ഗ്യാങ്ങിലേക്ക് ശൈത്യനെ ക്ഷണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജിസയിൽ പറയുന്നുണ്ട്, അനുമോൾ അങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ നീ വേണമായിരുന്നു അത് തിരുത്തി കൊടുക്കാൻ. അപ്പോൾ ശൈത്യ പറയുന്നുണ്ട്, ഞാൻ ശരിക്കും പറഞ്ഞാൽ അവൾ എന്തൊക്കെയോ പറയുന്നുണ്ട്, ഞാനത് ശ്രദ്ധിക്കുന്നു പോലുമില്ല എന്നാണ് ശൈത്യ പറയുന്നത്. അതുകൊണ്ട് തന്നെ ശൈത്യക്കും ഇപ്പോൾ ഒരു കൺഫ്യൂഷനാണ്. പുറത്ത് അനുവിന് നെഗറ്റീവാണെങ്കിൽ സ്വാഭാവികമായിട്ടും എനിക്ക് നെഗറ്റീവാവും. അതുകൊണ്ട് ഞാൻ നൈസായിട്ട് മറുകണ്ഠം ചാടാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലാണ് ഇപ്പോൾ ശൈത്യ നിൽക്കുന്നത്. ബിഗ് ബോസ് ഹൗസിലെ 3-ാമത്തെ ആഴ്ചയിലെ ക്യാപ്റ്റൻ വരുന്നത് ആര്യനാണ്. അതായത് ക്യാപ്റ്റൻസി ടാസ്കൊക്കെ ഇന്ന് ലാലേട്ടൻ്റെ എപ്പിസോഡിൽ തന്നെയാണ് കാണിച്ചത്. അപ്പോൾ എന്തായാലും അനുവും ജിസയിലും തമ്മിലുള്ള പ്രശ്നത്തിൽ ആര്യന് കുറച്ചും കൂടി ഒരു ഫേവറേറ്റ് എന്നുള്ളത് ജിസയിലാണ്. അതെല്ലാവർക്കും കാണുമ്പോൾ മനസ്സിലാവും ചെയ്യും. സോ അനുവിന് നൈസായിട്ട് പണി കൊടുക്കാനായിട്ട് ആര്യനും ശ്രമിക്കുന്നുണ്ട്. ബിന്നി, റെന, ഫാത്തിമ, സരിക, അപ്പാനി, ശരത്ത് ഇവരൊക്കെ കൂടിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് അനുവിനെ ഏത് ടീമിലാക്കണം എന്നുള്ളത്. എന്തായാലും അപ്പാനി ശരത്ത് പറയുന്നുണ്ട്, ഞാനും അനുവും ഒരേ ടീമിലായിരിക്കണം, എന്നാലാണ് എനിക്ക് കുറച്ചും കൂടി സംസാരിക്കാൻ അല്ലെങ്കിൽ കുറച്ചും കൂടി തല്ലിവിടാനുള്ള ഒരു സ്പേസൊക്കെ അപ്പോഴാണ് എനിക്ക് കിട്ടുന്നത്. അതുകൊണ്ട് എന്തായാലും ഞാനും അനുവും ഒരു ടീമിലായിരിക്കണം എന്നൊക്കെ അപ്പാനി പറയുന്നുണ്ട്. സരിക പറയുന്നുണ്ട്, ആദില, നൂറ ഇവരുടെ ടീമിൽ വേണ്ട, അവർ അടിയും ചക്കരയാണ് എന്നുള്ളതൊക്കെ. എന്തായാലും സരിക അഹോരാത്രം പണിയെടുക്കുന്നുണ്ട്. ഈ അനുവിനെ ടാർഗറ്റ് ചെയ്ത് കളിക്കാനായിട്ടുള്ള എല്ലാ പണികളും സരിക ഒപ്പിക്കുന്നുണ്ട്. അക്ബറിനെ ആണെങ്കിലും അല്ലെങ്കിൽ അപ്പാനി ശരത്തിനെ ആണെങ്കിലും ഈവൻ ആര്യനെ ആണെങ്കിലും എല്ലാവരെയും കുറച്ചും കൂടി മുറുക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സരികയാണ്. അനീഷിന് ശേഷം ഇനി ബിഗ് ബോസ് ഹൗസ് എല്ലാവരും കൂടിയിട്ട് ടാർഗറ്റ് ചെയ്യുന്ന ഒരാൾ എന്ന് പറയുന്നത് അനുമോൾ തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോ വന്നപ്പം റെന ഫാത്തിമ അനുവിനോട് ഇങ്ങനെ ചൊറിയാൻ പോകുന്നതാണ് നാളത്തെ എപ്പിസോഡിൻ്റെ ആ ഒരു പ്രൊമോ വന്നിരിക്കുന്നത്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. ഈ ഒരു വീക്ക് എങ്ങനെയുണ്ട്, ആര്യൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയാം. എന്തായാലും ഗുഡ് നൈറ്റ്.